പ്രിയ കൂട്ടുകാരെ, ഞാൻ ആനന്ദ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസ്സിലൂടെയുള്ള പഠനം നമുക്ക് പരിചിതമായി വരുന്നതല്ലേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ടീച്ചേഴ്സ് എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഓൺലൈനായി പാഠഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ആ പ്രയത്നത്തെ നാം നമിച്ചേ തീരൂ. അതോടൊപ്പം തന്നെ നമുക്ക് അനുവദിച്ചു കിട്ടുന്ന ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് സംശയങ്ങൾ ബാക്കിയാവാറുമുണ്ട്. ഇങ്ങനെയുള്ള കൂട്ടുകാർക്ക് നിങ്ങളുടെ ഒരു സഹപാഠി എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നിലൂടെ നിങ്ങൾക്കും പ്രയോജനകരമാക്കുവാൻ ശ്രമിക്കുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഹണികോം ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററായ 3 questions. The thought came to a certain king that he would never fail if he knew the 3 things. ഒരു രാജാവ് പറയുകയാണ് അവന് 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ അവൻ എവിടെയും പരാജയപ്പെടില്ല. These 3 things were: what's the right time to begin something, എപ്പോഴാണ് ഒരു കാര്യം ചെയ്തു തുടങ്ങേണ്ടത്, which people should he listen to, ആരെയാണ് അവൻ ശ്രദ്ധിക്കേണ്ടത്, what is the most important thing for him to do, ഏത് കാര്യമാണ് അവൻ പ്രധാനമായി ചെയ്തു തീർക്കേണ്ടത്. The king therefore sent messengers throughout his kingdom, promising a large sum of money to anyone who could answer these 3 questions. അപ്പോൾ കിങ് അവന്റെ മെസ്സഞ്ചേഴ്സിനെ രാജ്യങ്ങൾ തോറും വിടുകയാണ്, ആർക്കാണ് ഇവന്റെ 3 ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കുന്നതെന്നറിയാൻ. Many wise men came to the king, but they all answered his question differently. ഒരുപാട് പേർ വന്നെങ്കിലും അവരെല്ലാം അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് പല പല ഉത്തരങ്ങളാണ് നൽകിയത്. In reply to the first question, some said the king must prepare a timetable and then follow it strictly. Only in this way, they said, could he do everything at its proper time. ആദ്യത്തെ കുറച്ചുപേർ പറയുകയാണ്, രാജാവ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അത് ഫോളോ ചെയ്യണം. ഈ രീതി മാത്രമേ ഒരു കാര്യം കൃത്യസമയത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവർ പറയുകയാണ്, others said that it was impossible to decide in advance the right time for doing something. കുറച്ചുപേർ പറയുകയാണ്, അങ്ങനെ കൃത്യസമയം വെച്ച് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നതല്ല. The king should notice all that was going on. രാജാവിന് അവർ പറയുന്ന എല്ലാം കേൾക്കേണ്ടതാണ്. Avoid foolish pleasures and always do whatever seemed necessary at that time. അനാവശ്യ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി വേണ്ടത് മാത്രം ശ്രദ്ധിക്കാനാണ് കുറച്ചുപേർ പറയുന്നത്. Yet others said that the king needed a council of wise men who would help him act at the proper time. കുറച്ചുപേർ പറയുന്നത് കുറച്ച് കൗൺസിൽ ഓഫ് വൈസ്മെൻസിന്റെ കുറച്ച് കൗൺസിൽ വേണമെന്നാണ്. അപ്പോൾ അവർ ഏത് സമയത്താണ് കൃത്യമായി പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞു തരുമെന്നാണ്. This was because one man would find it impossible to decide correctly without help from other. The right time for every action. ഇതെന്താണെന്ന് വെച്ചാൽ, കൗൺസിലായിട്ടിരിക്കുമ്പോൾ ഒരാൾക്ക് അതിന്റെ ഉത്തരം അറിയത്തില്ലെങ്കിൽ അടുത്ത ആൾ അതിനുള്ള പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ പറഞ്ഞു നൽകുന്നതായിരിക്കും. But then others said that there were some things which could be urgent. These things could be not wait for decision of the council. In order to decide the right time for doing something, it is necessary to look into the future. കുറച്ചുപേർ പറയുകയാണ്, ചില അർജന്റ് കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്തു തീർക്കണമെങ്കിൽ ഒരാൾ ഫ്യൂച്ചർ അറിഞ്ഞിരിക്കണം. And only magicians could do that. The king therefore would have to go to the magician. കുറച്ചുപേർ പറയുകയാണ്, മജീഷ്യന് മാത്രമേ ഫ്യൂച്ചർ നോക്കിക്കാണാൻ പറ്റുകയുള്ളൂ. ഫ്യൂച്ചർ അറിഞ്ഞാൽ ഒരാൾക്ക് എന്ത് കാര്യവും എളുപ്പത്തിൽ കൃത്യസമയത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. In their answer to the second question, some said that the people most necessary to the king were his counselors. കുറച്ചുപേർ പറയുന്നത് രാജാവിന്റെ കൗൺസിലേഴ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. കുറച്ചുപേർ പറയുകയാണ് ദ പ്രീസ്റ്റ്. കുറച്ചുപേർ പറയുകയാണ് പള്ളിയിലച്ചനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. A few others chose the doctors. കുറച്ചുപേർ പറയുന്നു ഡോക്ടേഴ്സ് ആണ് പ്രധാനപ്പെട്ട ആൾക്കാർ. And yet others said that his soldiers were the most necessary. കുറച്ചുപേർ പറയുകയാണ് പട്ടാളക്കാർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടവരെന്ന്. To the third question, some said science. ചിലവര് പറയുന്നു ശാസ്ത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന്. Others chose fighting. ചിലവര് പറയുന്നു യുദ്ധം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
and yet others religious worship. ചിലവർ പറയുന്നു മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. As the answers to his question were so different, the king was not satisfied and gave no reward. Instead, he decided to seek the advice of a certain hermit who was widely known for his wisdom. എല്ലാവരുടെയും ഉത്തരങ്ങൾ കേട്ട് കൺഫ്യൂഷനിലായ രാജാവ് അവസാനം ഒരു തീരുമാനിക്കുകയാണ് ഒരു കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഹെർമിറ്റിന്റെ സഹായം തേടാൻ. The hermit lived in a wood which he never left. He was no one but simple people, and so the king put an ordinary clothes before he reached the hermit's hut. The king left his horse with his bodyguard and went alone. അത് പാവപ്പെട്ടയാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതായതുകൊണ്ട് രാജാവ് അദ്ദേഹത്തിന്റെ അലങ്കാര വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു സാധാരണ വേഷത്തിൽ പോവുകയാണ് അങ്ങോട്ടേക്ക്. As the king came near the hermit's hut, he saw the hermit digging the ground in front of his. രാജാവ് പോകുമ്പോൾ അവിടെ കാണുകയാണ് ആ ഹെർമിറ്റ് അവിടെ കുഴി തോണ്ടുകയാണ്. He greeted the king and continued digging. The hermit was old and weak. As he worked, he breathed heavily. രാജാവിനെ കണ്ടതോടെ ഈ ഹെർമിറ്റ് അവനെ തൊഴുകയാണ്. എന്നിട്ട് അവന്റെ ജോലി തുടരുകയാണ്. The king went up to the hermit and said, I have come to you, wise hermit, to ask you to answer 3 questions. How can I learn to do the right thing at the right time? Who are the people I need most? And what affairs are the most necessary? അപ്പോൾ ആ രാജാവ് ആ ഹെർമിറ്റിനോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ കാണാനാണ് വന്നത്. എന്റെ 3 ഉത്തരങ്ങൾ ആയ എപ്പോഴാണ് ഞാൻ ഒരു കാര്യം ചെയ്തു തുടങ്ങേണ്ടത്, ആരെയാണ് അയാൾ കേൾക്കേണ്ടത്, ഏത് കാര്യമാണ് പ്രധാനമായി ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കുമോ? The hermit listened to the king but did not speak. ഹെർമിറ്റ് എല്ലാം കേട്ടു നിന്നെങ്കിലും ഒന്നും സംസാരിച്ചില്ല. He went on digging. You are tired, said the king. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നതെന്ന് രാജാവ് അദ്ദേഹത്തോട് പറയുകയാണ്. Let me take the spade and walk in your place. രാജാവ് പറയുകയാണ്, അതിങ്ങ് തരൂ, ഞാൻ നിങ്ങൾക്ക് പകരം പണി ചെയ്യാവുന്നതാണ്. Thanks, said the hermit, giving the king his spade. നന്ദി പറഞ്ഞുകൊണ്ട് ഹെർമിറ്റ് അവന്റെ കയ്യിലുള്ള ആ മൺവെട്ടി രാജാവിനെ കൊടുക്കുകയാണ്. Then he sat down on the ground. എന്നിട്ട് അവൻ നിലത്തിരിക്കുകയാണ്. When the king had dug 2 beds, he stopped and repeated his question. രാജാവ് 2 പ്രാവശ്യം 2 ബെഡ് കുഴിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് അത് നിർത്തി പിന്നെയും തന്റെ ചോദ്യം അയാളോട് ചോദിക്കുകയാണ്. The hermit gave no answer, but he stood up, stretching out his hand for the spade and said, Now you rest and let me work. പക്ഷേ ആ ഹെർമിറ്റ് ഒന്നും മിണ്ടാതെ തന്റെ കൈ നീട്ടി ആ ആയുധം തന്റെ കയ്യിലേക്ക് വാങ്ങിച്ച്, ഇനി നീ റെസ്റ്റ് ചെയ്യ്, ഞാൻ കുറച്ച് ജോലി ചെയ്യട്ടെ എന്ന് പറയുന്നു. But the king did not give his spade and continued to dig. പക്ഷേ രാജാവ് അവന്റെ കയ്യിലുള്ള സ്പേഡ് കൊടുത്തില്ല. 1 hour passed, then another. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. The sun went down behind the trees, and at last the king stuck the spade onto the ground and said, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. അപ്പോൾ രാജാവ് ആ സ്പേഡ് തറയിൽ ഉപേക്ഷിച്ച്, And I came to you, wise man, for an answer to my question. If you can give me no answer, tell me so, and I will return home. എന്നിട്ട് രാജാവ് പറയുകയാണ്, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പറയാൻ സാധിക്കുമെങ്കിൽ പറയേ, അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പൊക്കോളാം. Here comes someone running, said the hermit. അപ്പോൾ ആ ഹെർമിറ്റ് പറയുകയാണ്, ആരോ ഓടി വരുന്നു. The king turned round and saw a bearded running towards them. His hands were pressed against his stomach. അപ്പോൾ രാജാവ് നോക്കുമ്പോൾ ഒരു താടിക്കാരൻ അതുവഴി അദ്ദേഹത്തിന്റെ വയറ് പൊത്തിക്കൊണ്ട് ഓടി വരുന്നു. From which the blood was flowing. അദ്ദേഹത്തിന്റെ വയറ്റിൽ നിന്നും ചോര ഒഴുകുകയാണ്. When he reached the king, he fainted and fell to the ground. The king and the hermit removed the man's clothes and found a large wound in his stomach. അപ്പോൾ രാജാവിന്റെയും
ഈ ഹെർമിറ്റിന്റെയും അടുത്തെത്തിയപ്പോൾ അയാൾ തറയിലേക്ക് വീഴുകയും രാജാവും ഹെർമിറ്റും കൂടെ അദ്ദേഹത്തിന്റെ വസ്ത്രം മാറ്റിയപ്പോൾ അവിടെ വലിയ ഒരു മുറിവുള്ളതായി കണ്ടു. The king washed and covered it with his handkerchief, but the blood would not stop flowing. രാജാവ് തന്റെ ഹാൻകർച്ചീഫ് കൊണ്ട് അത് കവർ ചെയ്തെങ്കിലും പിന്നെയും ബ്ലഡ് ഒഴുകാൻ തുടങ്ങി. The king redressed the wound until at last the bleeding stopped. കിങ് പിന്നെയും ഡ്രസ് ചെയ്യാൻ തുടങ്ങി. അവസാനം ആ ബ്ലീഡിംഗ് നിന്നു. The man felt better and asked for something to drink. The king brought fresh water and gave it to him. അപ്പോൾ രാജാവ് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഇയാൾക്ക് കൊടുക്കുകയാണ്. By this time the sun had set and the air was cool. The king with hermit's help carried the wounded man into the hut and laid him on the bed. അപ്പോൾ നേരം വൈകിയപ്പോൾ രാജാവും ഹെർമിറ്റും കൂടെ ഈ വൂണ്ടഡ് മാനിനെ എടുത്തുകൊണ്ടുപോയി ഈ ഹെർമിറ്റിന്റെ വീട്ടിൽ കിടത്തുകയാണ്. The man closed his eyes and lay quiet, the king tired by his walk and the work he had done. അപ്പോൾ അയാൾ ആ ബെഡിൽ കിടന്ന് ഉറങ്ങിയപ്പോൾ രാജാവ് ക്ഷീണിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പണിയിൽ. Lay down on the floor and slept throughout the night. അപ്പോൾ ക്ഷീണിതനായ രാജാവ് തറയിൽ കിടന്നുറങ്ങുകയാണ്. When he awoke, it was several minutes before he could remember where he was or who the strange bearded man lying on the bed was. അപ്പോൾ രാജാവ് കണ്ണു തുറന്നു നോക്കുമ്പോൾ താൻ എവിടെയാണ്, ഈ താടിക്കാരൻ ആരാണ് എന്നൊക്കെ അയാൾ ചിന്തിക്കുകയാണ്. Forgive me, said the bearded man in a weak voice when he saw the king was awake. രാജാവ് എഴുന്നേറ്റത് കണ്ട താടിക്കാരൻ പറയുകയാണ്, ക്ഷമിക്കൂ. I don't know you and have nothing to forgive you for, said the king. എനിക്ക് നിന്നെ അറിയില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? You don't know me, but I know you. I am that enemy of yours who swore revenge on you. നിനക്ക് എന്നെ അറിയത്തില്ലെങ്കിൽ എനിക്ക് നിന്നെ അറിയാം. നീ എന്റെ ശത്രുവായിരുന്നു കഴിഞ്ഞ യുദ്ധത്തിൽ. Because you put my brother to death and seized my property. അവന്റെ സഹോദരനെ കൊല്ലുകയും അവന്റെ സ്ഥലമെല്ലാം എടുക്കുകയും ചെയ്തു ഈ രാജാവ്. I knew you had gone alone to see that hermit, and I made up my mind to kill you on your way, but the day passed and you did not return. അപ്പോൾ ഈ ഹെർമിറ്റിന്റെ അടുത്തോട്ട് പോകുന്ന അയാൾ അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ രാജാവിനെ കൊല്ലാൻ വേണ്ടി അവൻ പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വരാത്തതിനാൽ അവൻ വന്നു നോക്കുകയായിരുന്നു. So I left my hiding place and came. Your bodyguard who recognized me I escaped from him, but I should have died if you had not dressed my wounds. ഞാൻ എൻ്റെ ഒളിസ്ഥലം വിട്ട് വരുന്ന സമയത്താണ് നിങ്ങളുടെ ബോഡിഗാർഡ് എന്നെ കണ്ടത്. For him, but I should have died if you had not dressed my wound. നിങ്ങൾ എൻ്റെ മുറിവ് കെട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ മരിച്ചേനെ. I wish to kill you and you have saved my life. Now if I leave, I will serve you as your most faithful servant and will order my son to do the same. Forgive me. അപ്പോൾ അയാൾ പറയുകയാണ്, ഞാനിനി ജീവിക്കുവാണെങ്കിൽ നിങ്ങളുടെ സെർവന്റായി ജോലി ചെയ്യുകയും എൻ്റെ മക്കളെ കൊണ്ടും നിങ്ങളെ സഹായിക്കാനായി പറയുകയാണ്. Forgive me. The king was very happy to have made peace with the enemy so easily and to have won him over as a friend. അപ്പോൾ ഈ രാജാവിന് സന്തോഷമായി തന്റെ ശത്രുവിനോട് സമാധാനപരമായി പറഞ്ഞു തീർത്തതിൽ. And to have won him over as a friend. ഒരു സുഹൃത്തായി അവനെ കിട്ടിയതിലും രാജാവ് സന്തുഷ്ടനായി. He not only forgave him but said he would send his servant and his own doctor to look after him. രാജാവ് പറയുകയാണ്, നിന്നെ ഞാൻ വെറുതെ വിടുന്നത് വെറുതെ അല്ല, ഞാൻ എൻ്റെ ഡോക്ടറെയും എൻ്റെ സെർവൻസിനെയും നിന്നെ ശുശ്രൂഷിക്കാനായി വിടുന്നതാണ്. And he promised to give back the man's property. രാജാവ് ഉറപ്പു നൽകുകയാണ് താൻ അവനിൽ നിന്നും വാങ്ങിച്ച സ്ഥലമെല്ലാം തിരിച്ചു നൽകാമെന്ന്. Leaving the wounded man, the king went out of the hut and looked around for the hermit. Before going away,
He wished one more to get answer to his question. The hermit was on his knees, sowing seeds in the bed that he had been dug. അപ്പോൾ ആ മുറിവുള്ള മനുഷ്യനെ അവിടെ ഉപേക്ഷിച്ച് രാജാവ് വെളിയിലേക്ക് വന്ന് ഹെർമിറ്റിനെ നോക്കുകയാണ്. അപ്പോൾ ആ ഹെർമിറ്റ് അവിടെ കുടിച്ച കുഴിയിൽ വിത്ത് വിതയ്ക്കുകയാണ്. The king went up to the hermit and said, "For the last time, I beg you to answer my question, wise man." അപ്പോൾ രാജാവ് അവിടെ ചെന്ന് ചോദിക്കുകയാണ്, എന്റെ ചോദ്യത്തിന് ഇപ്പോഴെങ്കിലും ഒരു ഉത്തരം തരൂ. "You have already been answered," said the hermit, still bending down to the ground and looking up at the king as he stood before him. അപ്പോൾ ആ ഹെർമിറ്റ് പറയുകയാണ്, നിങ്ങൾക്ക് ഓൾറെഡി ഇതിനുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. How have I been answered? What do you mean? എനിക്ക് എപ്പോൾ ഉത്തരം കിട്ടി? നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? Do you not see? Replied the hermit. If you had not pitied my weakness yesterday and had not dug these beds for me, നിങ്ങൾ ഇന്നലെ എനിക്ക് ഈ കുഴി കുഴിച്ചില്ലായിരുന്നെങ്കിൽ, you would have gone away, then the man would have attacked you and you would have wished you had stayed with me. നിങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ ആ താടിക്കാരൻ നിങ്ങളെ കൊന്നു കഴിയുമായിരുന്നു. So the most important time was when you were digging the bed and I was the most important man, and to do me good was your most important business. അപ്പോൾ അദ്ദേഹം അവസാനം പറയുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് ആ കുഴി കുഴിച്ച സമയമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് സമയം. And I was the most important man. ഞാനായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. And to do me good was your most important business. എനിക്ക് സന്തോഷം വരുന്ന രീതിയിൽ ചെയ്യുന്നതായിരുന്നു നിന്റെ ഏറ്റവും പ്രധാന കാര്യവും. Afterwards, when the man ran to us, the most important time was when you were caring for him. അപ്പോഴാണോ ആ മാൻ ഓടി വന്നത്? അപ്പോൾ അയാൾക്ക് മുറിവ് കെട്ടിയുന്ന സമയമായിരുന്നു ഏറ്റവും പ്രധാന സമയം. Because if you had not dressed his wound, he would have died without having made peace with you. അപ്പോൾ നീ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം മരിച്ചു പോയേനെ. So he was the most important man and what you did for him was the most important business. അപ്പോൾ അദ്ദേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളും നീ അദ്ദേഹത്തിന് കെട്ടിക്കൊടുത്ത മുറിവ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യവും. Remember that there is only one time that is important and that time is now. It is the most important time because it is the only time when we have power to act. അപ്പോൾ അവസാനം അയാൾ പറയുകയാണ്, അറിഞ്ഞു വെക്കുക, ഇപ്പോൾ ഈ നിമിഷം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നിമിഷം മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. The most necessary person is the person you are with at a particular moment. For no one knows what will happen in the future and whether we will meet anyone else. The most important business is to do that person good because we were sent to this world to that purpose alone. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നയാൾക്ക് സഹായം ചെയ്യുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ. നമ്മൾ ഇന്ന് പഠിച്ച പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കാൻ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.